ആ ഇതെന്താ മോശ പരിപാടി? എന്തായി? നിങ്ങളെന്താ ജെമിനി സർക്കസിൽ ചേർന്ന? പ്രാക്ടീസ് നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? എന്താ മാഷേ എന്തായി? ഒന്നും പറയണ്ട. എന്താണ് ഫുൾ പ്രാക്ടീസ് ആണെന്ന് പിള്ളേർ പറഞ്ഞു? അറിഞ്ഞില്ലേ? എന്തുപറ്റി? കേരള മണ്ണിലേക്ക് മെസ്സിയും പടക്കുതിരകളും വന്നുകൊണ്ടിരിക്കണു അടുത്ത വർഷം. ആ ശരി. അറിഞ്ഞില്ല? ഇല്ല, ഞാൻ അറിഞ്ഞില്ല. എന്തുപറ്റി? അത് ഇവരിവിടെ വരിക മറ്റേ അവിടെ എന്തോ ഒരു ഫുട്ബോൾ കളിക്കാൻ വരുന്നു. നമ്മുടെ കേരള മണ്ണിലേക്കല്ല വരണേ. നമ്മുടെ പിള്ളേർക്കൊരു പ്രചോദനം. അപ്പൊ മാഷിനെന്താ അതിനത്ര ഉള്ളൂ? നമ്മൾ ആദ്യം കാണിച്ചു കൊടുക്കണ്ടേ പിള്ളേർക്ക്? ശരി. എന്നിട്ടാണ് പ്രചോദനം കിട്ടില്ല അവർക്ക്. നിങ്ങൾ മറ്റേ ഇപ്പോഴും കണക്ക് തന്നെയല്ലേ പഠിപ്പിക്കുന്നത്? അതെ. എന്നിട്ടാണ് നിങ്ങൾ മറ്റേ ഡ്രില്ല് PT മാഷ് പറഞ്ഞില്ല, PT പീരീഡ് ആകുമ്പോൾ വലിഞ്ഞു കയറി ചെല്ലുന്നു. നിങ്ങളുടെ മോള് വരെ എൻ്റെ അടുത്ത് പരാതി പറഞ്ഞു. ക്ലാസ് തീരണ്ടേ മാഷേ? നിങ്ങൾ ഈ ഇലക്ഷൻ പണിയും ഈ പാർട്ടി പണിയും ഒക്കെ നിർത്തി വെച്ചിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ വിളിച്ചാൽ സർക്കാർ കാശ് തരുന്ന ആ പണി ചെയ്യും. അല്ലടാ, എനിക്ക് ഈ രാഷ്ട്രീയക്കാരോട് ഇത്ര കലിപ്പ്. വെറുതെ സൂക്ഷിച്ചും കണ്ട് ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ പണി കിട്ടും. മാഷേ, എനിക്ക് രാഷ്ട്രീയക്കാരെയൊക്കെ ഇഷ്ടമാണ് മാഷേ, ഇഷ്ടക്കേടൊന്നുമില്ല. പക്ഷേ എനിക്കറിയാവുന്ന ആൾക്കാർ നയനാർ സഖാവും VS-ഉം ഉമ്മൻചാണ്ടി സാറും പിന്നെയെന്ന് പറഞ്ഞാൽ വാജ്പേയി, അദ്വാനി, ഇങ്ങനെയുള്ള ആൾക്കാർ, ഇവരെയൊന്നും നിങ്ങൾക്കറിയാൻ സാധ്യതയില്ല. കാരണം എന്താണെന്നറിയാം, അവർ നിങ്ങളെപ്പോലെ അലവലാദികളല്ല. എടാ, രാഷ്ട്രീയമൊക്കെ വിട്ടറാ, നമുക്ക് സ്പോർട്സിനെ കുറിച്ച് സംസാരിക്കാം. അതിനൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് വേണ്ടേ? മാഷേ, നിങ്ങളുടെ കാര്യം മനസ്സിലാക്കി, ഈ കോടികൾ മുടക്കിയിട്ടുള്ള ഫുട്ബോൾ മാത്രമല്ല സ്പോർട്സിലുള്ളത്. എടാ, അതിനെ ഈ മന്ത്രിമാരും ഞങ്ങൾ അസോസിയേഷൻകാരൊക്കെ ഉണ്ട്, അത് നല്ലതുപോലെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചിട്ട് പക്ഷേ, നിങ്ങൾ ഈ അസോസിയേഷന് മന്ത്രി ഉണ്ടെന്നൊക്കെ പറയുന്നു. നിങ്ങൾ ഈ അർജൻറ്റീനയ്ക്ക് പൈസ മുടക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. നിങ്ങൾ ആർക്കോ മുടക്കിക്കോ. കാരണം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ തരേണ്ട കാശ് തന്നെയാണല്ലോ, ഞങ്ങൾ തന്നേക്കാം. പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചിട്ട് പക്ഷേ, നിങ്ങൾ സ്പോർട്സ് ഹോസ്റ്റലിൽ ഒരു നല്ലൊരു ബെഡ്ഷീറ്റ് വാങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ അവിടുത്തെ ബെഡ് മാറ്റിയിട്ടുണ്ടോ? മാഷേ, അവിടെ പണിയെടുക്കണ ഒത്തിരി ആൾക്കാർ കടത്തിലാണ് മാഷേ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ സാലറി കൊടുത്തിട്ടില്ല. ദിവസങ്ങളായല്ല, മാസങ്ങളായി സാലറി കൊടുത്തിട്ടില്ല. അതെന്താ നിങ്ങൾ ഓർക്കാത്തത്? നിങ്ങൾ അസോസിയേഷൻകാർ ഇപ്രാവശ്യം പത്രത്തിലൊരു കാര്യം വായിച്ചാൽ, അതിന് നിങ്ങൾക്ക് എവിടെ പത്രം വായിക്കാൻ സമയം? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുള്ളവർക്കറിയാം. പക്ഷേ ഗെയിംസിന് പോയ പിള്ളേർക്ക് ടിക്കറ്റ് എടുക്കാൻ കാശില്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ കുത്തിയിരുന്ന അവസ്ഥയുണ്ട്. ആര് ടിക്കറ്റ് എടുക്കുന്നറിയാതെ. അത് നിങ്ങൾക്ക് എന്താ ഓർമ്മയില്ലാത്ത? നിങ്ങളൊരു വലിയൊരു ഗെയിംസ് കൊച്ചിയിൽ വെച്ച് നടത്തിയല്ലോ, സ്കൂൾ ഒളിമ്പിക്സ് എന്ന് പേരും മാറ്റി വെച്ചിട്ട്. അതിൽ വന്ന കുട്ടികളുടെ അവസ്ഥ അറിയോ? ഒരു കുട്ടി ഓടിക്കഴിയണം അടുത്ത കുട്ടിക്ക് ഓടാനായിട്ട്, സ്പൈക്ക് കിട്ടാനായിട്ട്. പക്ഷേ ഒരു സ്കൂളിലെ എല്ലാ കുട്ടികളും മത്സരത്തിൽ പങ്കെടുക്കുന്നില്ലല്ലോ, ഒരു കുറച്ച് കുട്ടികളല്ലേ പങ്കെടുക്കുന്നുള്ളൂ. മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഈ ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഇടയിൽ ഒരു 1000-2000 കുട്ടികൾ ചിലപ്പോൾ പോട്ടെ, ഒരു 10,000 താഴെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് എന്തുകൊണ്ട് മാഷേ ഈ 50% കോൺട്രിബ്യൂഷനിൽ പിള്ളേർക്ക് സ്പൈക്ക് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല? നിങ്ങളുടെ മന്ത്രിമാരും കുറേ തൊലിച്ചേക്കുന്നു. എടാ, നീ ഈ അൺപാർലമെൻ്ററി വാക്ക് പറയരുത്. ഇത് ഈ സ്കൂളിലെ കാര്യങ്ങൾ നോക്കാനേ അവിടുത്തെ PT മാഷുണ്ട്, പിന്നെ അവിടുത്തെ ഹെഡ് മാസ്റ്ററും ഉണ്ട്. ഈ 2 ജീവി വിഭാഗം ഉള്ളത് കൊണ്ടാണോ നിങ്ങൾ ഈ കൊട്ടിഘോഷിച്ച് ഇപ്രാവശ്യം മറ്റേ സ്കൂൾ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞ പരിപാടി നടത്തിയത്? എടാ, ഇതിനെല്ലാത്തിനും കൂടി ഞങ്ങൾ അസോസിയേഷൻകാരെ പൊതുജനത്തിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് പിരിച്ച് പിള്ളേർക്ക് വേണ്ട ഗുണങ്ങൾ ചെയ്യാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ വളരെ നല്ല കാര്യം മാഷേ. ആ വയനാട് പ്രളയത്തിന് വാങ്ങിയ ഫണ്ടുണ്ടല്ലോ, ഫണ്ട് ഇപ്പോഴും അടയം വെച്ചിരിക്കുക. അങ്ങനെ ഇരുന്നാൽ ഫണ്ട് പെരുകത്തൊന്നുമില്ല. നീ കാട് കയറിപ്പോലെ. ഈ എഴുത്തുകാരുടെ മെയിൻ പ്രശ്നം ഇതാ, വെറുതെ ഇങ്ങനെ പല പല വഴിക്ക് പോകും. നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നേ, നീ വെറുതെ വേറെ വിഷയത്തിലേക്ക് എടുക്കണെന്തിനാ? നിങ്ങൾ ഇത്രയും കാര്യം പറഞ്ഞല്ലോ, നിങ്ങൾ ഈ മെസ്സിയെ കോടികൾ മുടക്കി കൊണ്ടുവന്നു. അതിൽ പ്രശ്നമൊന്നുമില്ല, നമ്മുടെ പിള്ളേർ കളിക്കണം. നിങ്ങൾക്ക് സത്യൻ ചേട്ടനെയും IM വിജയൻ ചേട്ടനെയും മറ്റേ ജോപോൾ അഞ്ചേരി ചേട്ടനെയൊക്കെ അറിയാം. പിന്നെ ഇവരുമായിട്ട് ഇപ്പം സത്യൻ ചേട്ടൻ നമ്മുടെ കൂടെ ഇല്ല, അത് ഓക്കെ, നമുക്ക് പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനേ പറ്റും. പക്ഷെ ബാക്കിയുള്ള പ്രശസ്തരായ കളിക്കാരുണ്ടല്ലോ, നമ്മുടെ കളിക്കാർ, അവരെ കൂട്ടി നിർത്തി കളിയിൽ ഇറക്കി വെച്ചിട്ട് നമ്മുടെ പിള്ളേർക്ക് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്കൊരു ക്യാമ്പ് നടത്തിയാൽ എന്താ? എടാ, ഇത് ഞങ്ങൾക്കും അറിയാം. ഈ പറഞ്ഞ വിജയൻ ചേട്ടനെയും ജോപോൾ ചേട്ടനെയൊക്കെ തലപ്പത്തിരുത്തിയാൽ ഞങ്ങൾക്ക് എന്താണ് രാഷ്ട്രീയക്കാർക്ക് ഗുണം? മനസ്സിലായ? നീ ശ്രദ്ധിച്ചു നോക്കിയേ, BCCIയുടെ തലപ്പത്ത് ആരൊക്കെ ഇരിക്കുന്നത്? അതായത് രാഷ്ട്രീയക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള ആൾക്കാരാണ് ഇരിക്കുന്നത്. അല്ലാതെ ഇതുപോലെയുള്ള ആൾക്കാരെ ഇരുത്തി കഴിഞ്ഞാൽ നമുക്കൊരു ഗുണമില്ല, പാർട്ടിക്ക് വളരാൻ പറ്റില്ല. അപ്പം നിങ്ങൾ രാഷ്ട്രനന്മയ്ക്ക് വേണ്ടിയല്ല രാഷ്ട്രീയം നടത്തുന്നത്. നീ എന്തിനാണ് ഇപ്പം നടക്കുന്ന കാര്യത്തെക്കുറിച്ച് പറ. ഇപ്പം ഇവിടെ അർജൻറ്റീന വരുന്നു, അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. നിനക്കൊരു ജേഴ്സി വാങ്ങിച്ചു തരട്ടെ, നിന്നെ ആ ഒരു മുൻനിരയിൽ ഞങ്ങൾ നിർത്താം. വരാൻ താല്പര്യമുണ്ടോ നിനക്ക്? എനിക്ക് താല്പര്യമൊന്നുമില്ല മാഷേ. എനിക്ക് എന്താണോ, രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് എൻ്റെ ജോലിയും കളഞ്ഞ് ഞാൻ പോയി കുത്തി നിന്ന് വോട്ട് ചെയ്ത് അത് ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം വരുന്നത്. അങ്ങനെ ചിന്തിക്കരുത്, മനസ്സിലായ? ഞാൻ പോവാ. വാമോസ് അർജൻറ്റീന. അതെന്താ മാഷ സാധനം?
എടാ അത് ഫുട്ബോൾ കളിക്കാരുടെ ദേശഭക്തി ഗാനമാണ്. ആ അടിപൊളി.